രാമജന്മഭൂമി പ്രശ്നത്തിൽ ആദ്യം മുതൽക്കേ കോൺഗ്രസ് ഒളിച്ചുകളിയാണ് നടത്തിയിരുന്നത്. ബാബറി മസ്ജിദ് ആരാധനയ്ക്ക് വേണ്ടി RSS ആഗ്രഹിക്കും പോലെ തുറന്നു കൊടുത്തത് രാജീവ് ഗാന്ധിയുടെ കാലത്തായിരുന്നു. അന്ന് രാജീവ് ഗാന്ധി അയോധ്യയിൽ നിന്ന് പ്രചരണം ആരംഭിക്കുന്നു. അന്നത്തെ തിരഞ്ഞെടുപ്പിൽ, പൊതു തിരഞ്ഞെടുപ്പിൽ ഓരോ ഘട്ടത്തിലും രാമരഥം രാജ്യത്തിൻ്റെ വിവിധ കോണുകളിലേക്ക് ഉരുണ്ടുപോവുകയും രാമരഥയാത്രയുടെ മറവിൽ രാജ്യത്തെ കടുത്ത വർഗീയ ധ്രുവീകരണത്തിന് RSS നേതൃത്വം കൊടുക്കുകയും ചെയ്തപ്പോൾ അതിനെ തുറന്നു തീർക്കുന്നതിനോ ശക്തമായ നിലപാട് മതനിരപേക്ഷ പക്ഷത്തു നിന്നുകൊണ്ട് സ്വീകരിക്കുന്നതിനോ കോൺഗ്രസ് തയ്യാറായിരുന്നില്ല. ആ ഒളിച്ചുകളി കോൺഗ്രസ് ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് പുതിയ സംഭവ വികാസങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. 1992 ഡിസംബർ 6 ബാബറി മസ്ജിദ് തകർക്കുന്നത്. കേന്ദ്രത്തിൽ കോൺഗ്രസ്സാണ് ഭരണത്തിലിരിക്കുന്നത്. സർവ്വ ആയുധങ്ങൾ വന്ന് കോൺഗ്രസിൻ്റെ കയ്യിലാണ്. പക്ഷേ കോൺഗ്രസ് നിശബ്ദമായി അതിന് കാവൽ നിന്നു. ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ കുറ്റകൃത്യത്തിനാണ് 92 ഡിസംബർ 6 പകൽ 12:15 ഇന്ത്യയും ലോകവും സാക്ഷ്യം വഹിച്ചത്. 1948 ജനുവരി 30 ഗാന്ധി കൊല്ലപ്പെട്ടതാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കുറ്റകൃത്യമെന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയാവുന്നൊരു കാര്യം. അതിനുശേഷമുണ്ടായ ഏറ്റവും കിരാതമായ കുറ്റകൃത്യത്തിന് കോൺഗ്രസിൻ്റെ പിന്തുണയുണ്ടായിരുന്നു. കോൺഗ്രസ് അത് ആഗ്രഹിച്ചിരുന്നു എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കുകയാണ് ഇപ്പോഴത്തെ പുതിയ സംഭവ വികാസങ്ങൾ. ബാബറി മസ്ജിദ് തകർത്തെടുത്ത് രാമക്ഷേത്രം പണിതിരിക്കുന്നു. ആ രാമക്ഷേത്ര നിർമ്മാണത്തിൽ സർക്കാർ നേരിട്ട് ഇടപെട്ടിരിക്കുന്നു. രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന വേദിയിൽ RSSൻ്റെ ചീഫും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും അതോടൊപ്പം തന്നെ UP മുഖ്യമന്ത്രിയും ഒരുമിച്ച് വേദി പങ്കിടുകയാണ്. ആ വേദിയിലേക്ക് വ്യത്യസ്ത രാഷ്ട്രീയത്തിൽപ്പെട്ട നിരവധി നേതാക്കളെ ക്ഷണിച്ചിരിക്കുന്നു. ആ ഔദ്യോഗിക ക്ഷണം ആർജവത്തോടെ ബഹിഷ്കരിക്കാനുള്ള നട്ടലുറപ്പുള്ള തീരുമാനമെടുത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റാണ്, CPI ആണ്, ഇടതുപക്ഷമാണ്. ഇടതുപക്ഷമെടുത്ത ഈ സുധീരമായ തീരുമാനം എന്തുകൊണ്ടാണ് കോൺഗ്രസ്സിന് എടുക്കാൻ കഴിയാതെ പോകുന്നത്? കോൺഗ്രസ് ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ്. എന്തിന് ഈ ഒളിച്ചുകളി? എന്തിനാണ് ഈ ഇരുട്ട് തപ്പൽ? രാമജന്മഭൂമിയിൽ ബാബറി മസ്ജിദ് തകർത്തെടുത്ത് എന്തുകൊണ്ടാണ് പുതിയ രാമക്ഷേത്രം പണിതുയർത്തുമ്പോൾ കോൺഗ്രസ് ഇങ്ങനെ വഞ്ചനാപരമായ സമീപനം സ്വീകരിക്കുന്നത്? കോൺഗ്രസ്സിന് മതനിരപേക്ഷതയോട് പരമപുച്ഛാണ്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ എത്രയോ നേതാക്കളാണ് രാമക്ഷേത്ര നിർമ്മാണത്തിൽ ഞങ്ങൾ കൂടി ഭാഗമാണ് എന്ന് ഇപ്പോൾ അവകാശവാദം ഉന്നയിക്കുന്നത്. കമൽനാഥും ദിഗ്വിജയ് സിംഗും മുതൽ ഇവിടെ കേരളത്തിൽ എൽദോസ് കുന്നപ്പള്ളി ഉൾപ്പെടെ രാമക്ഷേത്ര നിർമ്മാണത്തിന് സംഭാവന നൽകിയവരാണ്. നവകേരള സദസ്സിൽ യാത്രയിൽ പങ്കെടുത്തവർക്ക് കേരളത്തിൽ വിലക്കും സസ്പെൻഷനുമുള്ള KPCC എന്തുകൊണ്ടാണ് അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തിന് പണം സംഭാവന ചെയ്ത എൽദോസ് കുന്നപ്പള്ളിയെ ഈ നിമിഷം വരെ സസ്പെൻഡ് ചെയ്യാത്തത്? ഇതിനെ പിന്തുണയ്ക്കുന്നവരെ എന്തുകൊണ്ടാണ് കോൺഗ്രസ് മൗനം ഭുജിക്കുന്നത്? കോൺഗ്രസ്സിന് നിലപാടില്ല. ഇങ്ങനെയൊക്കെ നിന്നാലേ അധികാരം കിട്ടുകയുള്ളൂ എന്ന നരേഷനാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ കോൺഗ്രസ് ബിൽഡപ്പ് ചെയ്യുന്നത്. CPM-നൊന്നും നഷ്ടപ്പെടാനില്ല എന്നും കേന്ദ്രത്തിൽ ഇങ്ങനെയൊന്നും നിന്നില്ല എങ്കിൽ, അടവ് നയം സ്വീകരിച്ചില്ല എങ്കിൽ ശരിയാകില്ല എന്നുമാണ്. കോൺഗ്രസിനോട് വിനയപൂർവ്വം ചോദിക്കാനുള്ളത്, നിങ്ങളുടെ ഈ അടവ് നയം നിങ്ങൾ ആദ്യമായിട്ടല്ല, പണ്ട് മുതൽക്കേ സ്വീകരിക്കുന്നു. ബാബറി പള്ളി തകർക്കുന്നിടത്ത് നിങ്ങൾ കണ്ണടച്ചു നിന്നിട്ട് നിങ്ങൾക്ക് രാഷ്ട്രീയ നേട്ടമുണ്ടായോ? നിങ്ങൾ ഈ തീവ്ര വർഗീയതയ്ക്ക് ബദലായി മൃദു വർഗീയതയുടെ പിന്നാലെ പോയിട്ട് ഇന്ത്യയിൽ ഏതു സംസ്ഥാനത്ത് ഇല്ലെങ്കിൽ ഇന്ത്യയിലെ ഏത് പൊതു തിരഞ്ഞെടുപ്പിലാണ് നിങ്ങൾക്ക് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞത്? BJPയെ തോൽപ്പിക്കാൻ ഇങ്ങനെയൊക്കെ നിൽക്കേണ്ടി വരും എന്ന ഒരു നരേഷനാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ കോൺഗ്രസ് ഹാൻഡിലുകൾ ബിൽഡപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത്. എത്ര മൗഢ്യമാണത്! ഇന്ന് വരെ നിങ്ങൾ പള്ളി പൊളിക്കാൻ കൂട്ടുനിന്നിട്ട് നേട്ടമുണ്ടാക്കാൻ കഴിയാത്തവർക്ക് അവിടെ പള്ളി പൊളിച്ചെടുത്ത് രാമക്ഷേത്രം പണിയുന്ന ഉദ്ഘാടന ചടങ്ങിൽ പോയതുകൊണ്ട് നേട്ടമുണ്ടാക്കാനാകും എന്ന് പറയുന്നതിൻ്റെ യുക്തി എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. യഥാർത്ഥത്തിൽ ഇവിടെ ഒളിച്ചുകളികളോ അടവ് നയങ്ങളോ അല്ല, ഒരൊറ്റ നയമാണ് രാജ്യം ആഗ്രഹിക്കുന്നത്. അത് മതനിരപേക്ഷതയോട് കൂറുപുലർത്തുന്ന വിട്ടുവീഴ്ചയില്ലാത്ത വർഗീയതയ്ക്കെതിരായ സമീപനമാണ്. അതിന് നട്ടല്ലുറപ്പുണ്ടോ എന്നൊരൊറ്റ ചോദ്യമാണ് കോൺഗ്രസ് അഭിമുഖീകരിക്കുന്നത്. നട്ടല്ലുറപ്പില്ല എന്നാണ് കോൺഗ്രസ് ഓരോ നിമിഷവും തെളിയിച്ചു കൊണ്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ മാത്രമല്ല, ഇപ്പോൾ ഏക സിവിൽ കോഡിൻ്റെ പ്രശ്നത്തിലും രാജ്യസഭയിൽ വന്നപ്പോൾ
ഒളിച്ചോടി കോൺഗ്രസ്. ഈ നട്ടലുറപ്പില്ലായ്മ അവിടെ പ്രകടമാണ്. കാശ്മീർ വിഭജന സമയത്തും ഒരു നിലപാടെടുക്കാൻ ആഴ്ചകളോളം വേണ്ടി വന്നു കോൺഗ്രസ്സിന്. എന്നിട്ടും സമന്വയത്തിലെത്താൻ കഴിഞ്ഞില്ല അവർക്ക്. രാമക്ഷേത്രത്തിൽ തീർച്ചയായിട്ടും എത്താൻ കഴിയുന്നില്ല. ഇക്കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ തീവ്ര വർഗീയ നിലപാട് BJP സ്വീകരിക്കുമ്പോൾ ഏതാണ്ട് അതോടൊപ്പം തീവ്രമായ വർഗീയ നിലപാടുകളും വാഗ്ദാനങ്ങളുമായിരുന്നു മധ്യപ്രദേശിലും രാജസ്ഥാനിലുമെല്ലാം കോൺഗ്രസ് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞോ? ഇല്ല. അപ്പോൾ കോൺഗ്രസ് അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കുന്നില്ല. കോൺഗ്രസ് ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും നിർണായക ശക്തിയായിരുന്നു. അത് തൂത്തെറിയപ്പെട്ടു. എന്തുകൊണ്ടങ്ങനെ തൂത്തെറിയപ്പെട്ടു? അതിൻ്റെ കാരണം മതനിരപേക്ഷതയോട് കോൺഗ്രസ് വെള്ളം കലർത്തുന്ന നട്ടലുറപ്പില്ലാത്ത ഈ സമീപനത്തിൻ്റെ ഭാഗമായിട്ടാണ്. നട്ടലുറപ്പുള്ളവർ നീണാൾ വാഴും, യാതൊരു സംശയവും വേണ്ട. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ തീരുമാനം, ഇടതുപക്ഷം സ്വീകരിച്ചിരിക്കുന്ന മതനിരപേക്ഷതയോട് വിട്ടുവീഴ്ചയില്ലാത്ത ശക്തമായ ഈ തീരുമാനം ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.